സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ വചനം ഒരു സെന്റൻസിൽ അതിൻ്റെ ആ സീരിയസ്നെസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത്, യജമാനൻ താമസിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് പല വിശ്വാസികളും. സമയമുണ്ട് നമുക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇന്ന് പലരും. എന്നാൽ മരണ ദിവസം അല്ലെങ്കിൽ മരണ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സമയം തെല്ലും തന്നില്ല, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. സമയം തരാത്തതല്ല കുഴപ്പം, സമയം ഇനിയുമുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മിൽ പലരും. സ്നേഹമുള്ള സഹോദര സഹോദരി, നീ ഇന്ന് സമാധാനത്തിലല്ലെങ്കിൽ അതിൻ്റെ കാരണം നീ തന്നെയാണ്. കാരണം നീ ചിന്തിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെയേറെ വേദനിച്ച ഒരു സമയമുണ്ടായിരുന്നു, വിഷമിച്ച സമയമുണ്ടായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളിലൂടെ അപ്സൈഡ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഡിവൈനിൽ നിന്നൊരു വോയിസ് കിട്ടിയത്. എന്താണ് വോയിസ്? 27-ാം തീയതി തിങ്കളാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആരാധന നയിക്കണം എന്ന്, 1 മണിക്കൂർ നേരത്തെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഒരു ബ്രദർ എന്നെ വിളിച്ചു പറയുകയായിരുന്നു. അതായത് വോയിസ് ഇടുകയായിരുന്നു. നമ്മുടെ സഹോദര സഹോദരി, അത് കേട്ടപ്പോൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ചായി എൻ്റെ ചിന്തകൾ. എനിക്ക് 27-ാം തീയതി തിങ്കളാഴ്ച എന്താണ് ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ, മറ്റേ കാര്യം ഞാൻ മാറ്റിവെച്ചു. അല്ലായിരുന്നുവെങ്കിൽ, എനിക്കിത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ചിരുന്ന് തലയെ കുത്തി ചിന്തിച്ചുകൊണ്ടിരുന്നേ. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദര സഹോദരി, ഞാൻ ഇന്ന് പറയുന്നു, ദൈവ വിചാരത്തിൽ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുവാൻ, നീ മറ്റുള്ള ലോകത്തിന്റെ ചിന്തകൾ വെടിയുവാൻ തക്കവിധം ദൈവം നിന്റെ ശുശ്രൂഷയെ മാനിക്കും. ആ ഒരു വലിയ കൃപാവനം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.